ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു കാർ ഫ്രിഡ്ജാണ്, പ്ലസ് വാമറാണ്. നമുക്കിപ്പോൾ നോർമൽ കാറിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനമാണ്. അപ്പോൾ അതിൻ്റെ പരിചയപ്പെടാണ്ട് മുമ്പ് ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ടൊന്ന് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ബോക്സ്. എന്താ പറയുക, ഇതിൽ ട്രോപ്പിക്കൂൾ എന്നൊരു ബ്രാൻഡിൻ്റെ പേര്, സ്മാർട്ട് കൂൾ ഗാഡ്ജറ്റിനാണ്. അതുപോലെ പോർട്ടാച്ചിൽ എന്നാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. അത് മിനി ഫ്രിഡ്ജും വാമറും കൂടിയിട്ടുള്ളതാണ്. പിന്നെ 1 year വാറണ്ടി ഉള്ളതാണ്, 5 ലിറ്ററാണ്. അതുപോലെ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്, നമുക്ക് സാധനങ്ങൾ ഇതൊക്കെ വെക്കാം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതുപോലെ ബ്രാൻഡിന് എഴുതിയിട്ടുണ്ട്. അതുപോലെ MRP 3,999 ആണ്. അത് തന്നെയാണ് നമുക്ക് സെയിലിൻ്റെയും പ്രൈസ് വരുന്നത്. പിന്നെ കളറായിട്ട് ബ്ലാക്കും വൈറ്റും ഉണ്ട്. പിന്നെ അടുത്ത സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മുകളിൽ അതിൻ്റെ കുറച്ച് സ്പെക്സ് ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ സെയിം തന്നെയാണ്. ഇവിടെ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക്കേഷൻ മെയിലിൽ കറക്റ്റ് പെയിനാണെന്നില്ല, നമുക്കത് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഈസി ക്യാരിങ് ഹാൻഡ്ലിങ്, അതുപോലെ സൂപ്പർ എനർജി സേവറൊക്കെ ഉണ്ട്. പിന്നെ 24 hour റൺ ചെയ്യാം, ലോങ് ലൈഫ് ഉള്ളതാണ്. അതുപോലെ സ്പെക്സ് 5 ലിറ്റർ, എന്താ പറയുക 48 വാട്ടർ ലോഡ്. അത് ഭയങ്കര കുറവാണ്. അതുപോലെ ഇൻക്ലൂഡ്സ് 12 volt DC-യും 240 watt AC പവർ കോഡും ഇതിൽ ഇൻക്ലൂഡാണ് നമ്മുടെ ബോക്സിൽ. അതുപോലെ വെയിറ്റ് 2.9 kg ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ ബോക്സ് ഞാൻ ഇപ്പോൾ അതിൻ്റെ ടേപ്പൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിലായിട്ട് നല്ല പാഡിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഡിവൈസ് കാണാം. ഒരു ബ്ലാക്കും, ഫ്രണ്ട് ബ്ലാക്കും ബാക്കൊക്കെ വൈറ്റാണ് കളർ വരുന്നത്. പിന്നെ അതിൻ്റെ വയേഴ്സ് ഉണ്ട് കുറച്ച്. പിന്നെ ഒരു ട്രേയും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത് 2 വയറുണ്ട് ഇതിൽ. ഇത് നമ്മുടെ പവർ കോഡും മറ്റതുണ്ട്. പിന്നെ ഒരു ട്രേ, ഒരു മാനുവലും വാറണ്ടി കാർഡുമായിട്ടുള്ളൊരു ബുക്ക്ലെറ്റും ഉണ്ട്. ഇപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതാണ് മെയിൻ ഡിവൈസ്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിൽ നമ്മുടെ ഒരു മാഗ്നറ്റിക് ഒക്കെ ഉള്ളതാണ് കേട്ടോ. ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ സ്പേസ്. പിന്നെ അതിൻ്റെ ആയിട്ട് നമ്മുടെ ട്രേൻ്റെ ഒരു പാർട്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ട്രേ ഒന്ന് എടുത്ത് വെച്ച് നോക്കണം. അപ്പോൾ എന്തായാലും അതാണ് ട്രേ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ 2 പാർട്ടീഷനായിട്ട് വെക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു പാർട്ടാണത്. പിന്നെ ഉള്ളിൽ ലൈറ്റ് ഇല്ല കേട്ടോ, ലൈറ്റുകളൊന്നുമില്ല. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഉള്ളതാണ്, മാഗ്നറ്റിക് ഉണ്ട് സൈഡ് ഡോറ്. അപ്പോൾ വലിയ ഓപ്പണിങ്ങിൻ്റെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബാക്കിലായിട്ട് സ്വിച്ചുകളുണ്ട്, കോൾഡിൻ്റെയും ഹോട്ടിൻ്റെയും ബട്ടണുണ്ട്. അതുപോലെ 2 DC-യുടെയും AC-യുടെയും കണക്ടർ കോഡിൻ്റെ പോർട്ടും ഉണ്ട്. പിന്നെ താഴെയായിട്ട് അതിൻ്റെ ഫാനും ഉണ്ട്, നമ്മുടെ ഹീറ്റ് കളയുള്ളത്. പിന്നെ ഇത് അത്ര പെട്ടെന്ന് കൂളാവില്ല, ചെറുതായിട്ടാണ് കൂളാവുള്ളൂ. പിന്നെ ഭയങ്കര കൂളാവില്ല. ഹോട്ട് അത്യാവശ്യം നല്ലോണം ഹോട്ടാവും, എന്താ വെച്ചാൽ 60 degree വരെയൊക്കെ ആവും എന്ന് പറയുന്നത്. മറ്റത് പക്ഷേ ഒരു 20 degree ഒക്കെ ആവുള്ളൂ, ഐസൊന്നും ആവില്ല. ചെറുതായിട്ടൊക്കെ ഹോട്ടാക്കാൻ നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം, പക്ഷേ ഐസായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ നമുക്ക് എന്തായാലും പവർ കോഡ് ഞാൻ കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ലൈറ്റുകളൊന്നും കാണാനില്ലേ നിങ്ങൾക്ക് പറഞ്ഞ പോലെ. ഇപ്പോൾ ബാക്കിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ, അതിൽ പവർ ഓണും LED-യും അതുപോലെ സ്വിച്ചൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കുത്തിയിട്ട് ഓണാക്കണം. അപ്പോൾ ഇവിടെ എന്തോ പവർ ഇഷ്യൂ ഉണ്ട്, നമുക്ക് വേറൊരു പ്ലഗിൽ കുത്തി നോക്കേണ്ടി വരും തോന്നുന്നുണ്ട്, കത്തുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു കറണ്ട് പ്ലഗിൽ കുത്താം. അവിടെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണായിട്ടുണ്ട്. നമുക്ക് കാണാം, നമുക്ക് ഇവിടെ ഈ ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട്, അതായത് ഇത് ഓഫാണിത്. ഇത് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ ഹോട്ട്, മുകളിൽ കൂള്, നടുവിൽ ഓഫ്, അതിൻ്റെ മുകളിൽ കൂളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോർമൽ പവർ കോഡ് വെച്ചിട്ടാണ് കുത്തിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സിഗരറ്റ് ലൈറ്റർ കോഡും ഇൻബിൽഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 4,000 rupees വരുന്നുണ്ട്. പക്ഷേ ബിൽ ക്വാളിറ്റി ഒക്കെ നല്ലത് തന്നെയാണ്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യയാണ്, 1 year വാറണ്ടി ഉള്ളതാണ്. ഇപ്പോൾ യാത്ര ചെയ്യാനുള്ളതൊക്കെ നല്ലൊരു സാധനം തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം കൂളായിട്ടൊക്കെ വയ്ക്കാനുള്ള ഒരു ഐറ്റം തന്നെയാണ്. നമ്മുടെ കാറിൽ വലിയ സ്പേസും വരില്ല, നമുക്ക് ഡിക്കിയിലൊക്കെ സുഖമായിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റൊന്നും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ശരി ഫ്രണ്ട്സ്, ബൈ.